20 days study challenge-ന്റെ 6 ദിവസം നമ്മൾ സക്സസ്ഫുള്ളി അടിപൊളിയായിട്ട് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു കിടിലൻ കൺഗ്രാറ്റുലേഷൻസ് തരാണ്. കാരണം എല്ലാവരും നന്നായിട്ട് തന്നെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ മടിയൊക്കെ പിടിച്ചിരുന്നിരുന്ന നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലോണം ആവേശത്തോടെ കുറച്ച് ചൂടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് എക്സാം ആവാനായി തുടങ്ങിയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു ചൂടൊക്കെ കയറി തുടങ്ങിയിട്ട് ക്ലാസ്സസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് വേഗം വേഗം ചാടി ചാടി ആൻസർ ഒക്കെ പറയാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി 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 സന്തോഷം. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇതേപോലെ തന്നെ നല്ല മക്കളായിട്ട് തന്നെ ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണാം, കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ ഇപ്പോഴും കുറച്ച് മടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ മിസ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് കൂടിയിട്ടാണ് മിസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് ഇതിൽ ഫുള്ള് ചിലപ്പോൾ ഈ 6 days അല്ലേ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേഷൻ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. 6 ദിവസം നമ്മുടെ എക്സാമിനറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സസും അടിപൊളിയായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോക്കണം. ഈ 6 ദിവസത്തെ ക്ലാസ്സസുകൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തോ, അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും കാരണവശാൽ അല്ലേ, ചിലപ്പോൾ വയ്യാതിരിക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ പല പല റീസൺസ് കൊണ്ട് എന്തായിരിക്കും ക്ലാസ് മിസ്സായി പോയ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വിചാരിക്കണം അല്ലേ, 6 ദിവസം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും അല്ലേ, ചേട്ടാ 20 ദിവസം ചിലപ്പോൾ 6 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും. അവരുടെ അടുത്താണ് മിസ്സിന് പറയാനുള്ളത്, ഇനിയും സമയം വൈകിട്ടില്ല. 6 ദിവസം കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇനിയും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അധികം നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പക്ഷേ ഇപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും ഇനി ബാക്കിയുള്ള നമ്മുടെ ചാപ്റ്റേഴ്സ് നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുക്കാനായിട്ട് പറ്റും. ക്രിസ്മസ് എക്സാമിന് മുന്നേ നമുക്ക് നല്ല മാർക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നോക്കിക്കഴിഞ്ഞാൽ മിസ് ആദ്യം പറഞ്ഞുതരാം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്, ഇനി കഴിയാനുള്ളത് എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. മാത്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റീസും മണി മാത്സും കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഇനിയുള്ളത് നമ്മുടെ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലേറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഫിസിക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാഗ്നറ്റിസവും അതേപോലെ തന്നെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് ഇനിയും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ ബയോളജിയിൽ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, ഓൾറെഡി കഴിഞ്ഞതല്ലേ എന്ന് വെച്ചിട്ട് ഇനി നമ്മളെ കൊണ്ട് വിചാരിച്ചത് നടക്കില്ല എന്ന് വിചാരിക്കേണ്ട. ഇനി ആയാലും നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എൻ്റെ കുട്ടികൾക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അല്ലെ ഈശ്വര അത് ചെയ്യാനുണ്ടല്ലോ അല്ലെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ നമ്മുടെ അല്ലെ നോട്ട് ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള ടെൻഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ടെൻഷൻസ് ഒക്കെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത്, ഓരോന്നും പഠിക്കാനായിട്ടുള്ള സിമ്പിൾ ട്രിക്സ് ഉണ്ടാക്കൽ, അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും അല്ലേ നിങ്ങൾക്ക് ഏതാണ് അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓരോ ഭാഗത്തു നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതേപോലെ തന്നെ നോട്ട്സ്, ഇതെല്ലാം അത് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, കറക്റ്റായിട്ട് ഓരോ ദിവസം നമ്മുടെ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ബാക്കിയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എന്താ ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങൾ കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അതിൽ നമ്മളിനി ഒരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളും കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്. ഓക്കെ, എന്നാലും മിസ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും. ഓക്കെ, ഓൾറെഡി എല്ലാവരും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ മെജോറിറ്റി നമ്മുടെ കുട്ടികളും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ മിസ്സിന് അറിയാം. ഓക്കെ, എന്നാലും മിസ് ഒന്ന് ഒരു ജാഗ്രത ആവാനായിട്ട് പറയുന്നതാണ്. കാരണം നമുക്കിനി ക്രിസ്മസ് എക്സാം അല്ലേ, നമുക്കിനി അധികം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാനുള്ള സമയമില്ല. ഓക്കെ, നമ്മൾ മാക്സിമം ആ ഒരു ചൂട് വരേണ്ട സമയമായി തുടങ്ങി. അതുകൊണ്ടാണ് മിസ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആഴ്ചയിലത്തെ നമ്മുടെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിൽ മിസ് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇതിലിപ്പോൾ തന്നതിൽ ജസ്റ്റ് മാത്സ് ഫിസിക്സ് അങ്ങനെയല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലല്ലാതെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ, ഹിന്ദി അത്തരത്തിലുള്ള ലാംഗ്വേജ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സസും ഓൾറെഡി എടുക്കുന്നുണ്ട്. അത് മിസ് ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ക്ലാസ്സസും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓരോ ഈ ആഴ്ചയിലത്തെ നമുക്ക് എന്തൊക്കെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. മൺഡേ നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ട്യൂസ്ഡേ നിങ്ങൾക്ക് ബയോളജി
ബയോളജിയിലെ വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ വെനസ്ഡേ നിങ്ങൾക്ക് മാത്സിലെ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലേറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ തേഴ്സ്ഡേ നിങ്ങൾക്ക് ഫിസിക്സിലെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഫ്രൈഡേ നിങ്ങൾക്ക് മാറ്റിലെ NMMSന്റെ കാര്യം മിസ് പറയാൻ വിട്ടുപോയി. അതായത് ഇപ്പം നിങ്ങൾക്ക് ക്ലാസ്സസ് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തരുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് NMMSന്റെ ക്ലാസ്സസും കൂടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതും കൂടെ നിങ്ങൾ നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും നമുക്ക് NMMSന്റെ ക്ലാസ്സസ് കൊണ്ടുവരുന്ന രണ്ടും കൂടെ നമ്മൾ കട്ടക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ ക്ലാസ് പോലും മിസ് ചെയ്യരുത് കേട്ടോ മക്കളെ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സാറ്റർഡേ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 3 ചാപ്റ്റേഴ്സ് ഇൻ 1 ലൈവാണ്. 3 ചാപ്റ്റേഴ്സ് ഒരു ലൈവിൽ സോഷ്യലിൻ്റെ കേസിൽ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഒരൊറ്റ ലൈവായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ 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 ക്രൂഷ്യലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ ലൈവ് പോലും ഇനി മിസ് ചെയ്യരുത്, കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാം വീണ്ടെടുക്കാനുള്ള നമുക്കൊരു പിടിവള്ളിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അവസാനത്തെ കച്ചിത്തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, അത് വെറുതെ യൂസ് ഇല്ലാതെ നമ്മൾ കളയരുത്, കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കുക. അടിപൊളിയായിട്ട് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ മിസ് ഉറപ്പ് തരാം നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് ഇത്തവണ സ്കോർ ചെയ്യാൻ പറ്റും. റെഡിയാണോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ക്ലാസ് പോലും മിസ് ചെയ്യരുത്. അപ്പോൾ മിസ് ചെയ്യല്ല മിസ്, ഞങ്ങൾ കറക്റ്റായിട്ട് റെഡിയാണ്, ഇനി എല്ലാ ലൈവും അറ്റൻഡ് ചെയ്യും എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ചാറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഫയർ ഇമോജീസും അതേപോലെ തന്നെ എന്താണ് ഇനി എല്ലാ ക്ലാസ്സസും ഞങ്ങൾ മിസ് ചെയ്യാതെ കാണും മിസ്സേ അപ്പം നിങ്ങൾ ആ ഒരു ആവേശം എന്ത് വേണം, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണണം. റെഡിയാണോ? റെഡിയാണെന്നുണ്ടെങ്കിൽ മിസ്സിന് നോക്കട്ടെ നമ്മുടെ കമൻറ്റ് ബോക്സ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് ഇനി ഒരു ക്ലാസ് പോലും മിസ് ചെയ്യരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് പറയുന്നതിൻ്റെ കാരണം ഇനി ആ ഒരു ചൂട് വരേണ്ട സമയമായി എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലൈവിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ലവ് യു ആൾ.